ശരത്ത് മോനെ. എന്താ? അല്ല ശരത്ത് മോനെ, ഇന്നലെ ഇവിടെ ഏതോ ഒരു സ്ത്രീ വന്നു പോയല്ലോ. അതിനി യഥാർത്ഥത്തിൽ കണ്ടാണോ ഹാലൂസിയേഷൻ ആണോ എന്നൊക്കെ ആർക്കറിയാം. ദേവികമ്മയുടെ ഹാലുസിനേഷന് മായക്കാഴ്ചയൊക്കെ അവിടെ നിൽക്കട്ടെ. ഇക്കാര്യത്തിലെ ശരത്ത് മോന് വല്ല പങ്കുണ്ടോന്ന് എനിക്കറിയണ്ട. അത് ശരി. അതും എന്റെ നെഞ്ചത്തേക്ക് തന്നെ കൊണ്ടുവെക്കാൻ നോക്കുകയാണോ? വന്നത് വല്ല ഭ്രാന്തിയാവും, അല്ലെങ്കിൽ വഴി തെറ്റി വന്ന ആരെങ്കിലോ? വഴിതെറ്റി വരുന്നവർക്കൊക്കെ കൃത്യമായി വഴികാട്ടിയാകുന്ന ഈ വീടാണല്ലോ. അച്ഛാ, നമ്മൾ വെറുതെ ഈ കാര്യം പറഞ്ഞ് മുഷിയണ്ട. ആരോ വന്നവര് പോയി. എന്തെങ്കിലും കാരണം ഉണ്ടെങ്കിൽ ദേവിക ഏട്ടത്തി പറഞ്ഞ സത്യമാണെങ്കിൽ അവരിനിയും വരും. അന്നേരം കണ്ടുപിടിക്കുക തന്നെ ചെയ്യും. അത് അവരെ പിന്തുടർന്നിട്ടാണെങ്കിലും. പടുമരണം പടിപ്പുര കഴിഞ്ഞെത്തിക്കഴിഞ്ഞു. അപ്പോ നമ്മൾ കാണാതെ നമ്മളെ കാണുന്നുണ്ട് നമ്മുടെ ആള്. ആരോ സഹായിക്കുന്നുണ്ട്. എന്തായാലും ഇനിയാണ് കളി. ഞാൻ നിരഞ്ജൻ സാറിനെ ഇപ്പൊ കണ്ടിരുന്നു. ആ സ്ത്രീയെ കുറിച്ച് പറയാൻ. ആ സ്ത്രീക്ക് നന്ദി. മനസ്സിലായില്ല. അല്ല, അങ്ങനൊരു സ്ത്രീ വന്നതുകൊണ്ടാണല്ലോ ഈ സ്ത്രീരത്നം ഇപ്പൊ എന്നെ കാണാൻ വേണ്ടി തീരുമാനിച്ചത്. സിദ്ധു, അല്ല സിദ്ധാർത്ഥ, വക്കീല് സീരിയസ് ആയിട്ടൊരു കാര്യം പറയുമ്പോ അതിനിടയിൽ തമാശ കൊണ്ടുവരല്ലേ. ശരി, ഐ ആം എ സീരിയസ് മാൻ. ഓ, ദേവികയുടെ നോട്ടത്തിൽ ആരായിരിക്കും ആ സ്ത്രീ? ആരോ, മുഖം കണ്ടില്ല, ഒരു രൂപം മാത്രം. ഇനി വഴിതെറ്റി വന്ന ആരെങ്കിലും? അല്ല, ഒരിക്കലും അല്ല. വഴി തെറ്റി വന്ന ഒരാളെ അല്ല. കൃത്യമായി ഞങ്ങളുടെ വീടിനെ ടാർഗറ്റ് ചെയ്ത് വന്ന ഒരാളാ. അത് ദേവിക്ക് എങ്ങനെ മനസ്സിലായി? കല്ലും കവണയുമായി, അല്ലെങ്കിൽ വെല്ലും അമ്പുമായി നിൽക്കുന്ന ഒരു വേടൻ ഉന്നം വിട്ട് നിൽക്കുന്ന പോലെയായിരുന്നു ആ സ്ത്രീ ഞങ്ങളുടെ വീടിനെ നോക്കി നിന്നത്. അവരുടെ കാര്യത്തിൽ ശരത്തിന്റെ കണ്ണുകളിൽ ഒരേ സമയം പതർച്ചയും പ്രതീക്ഷയും ഞാൻ കണ്ടു. അതിനർത്ഥം അവനറിയാം ആരാണ് വന്നതെന്ന്. ആ വ്യക്തിയെ ട്രേസ് ചെയ്താൽ അറിയാം അവൻ ശരിക്കും ആരാണെന്ന്. അതിനാ എനിക്ക് വക്കീലിന്റെ ബുദ്ധി വേണ്ടത്.